بسم الله الحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه ومن اهتدى بهداه أما بعد സൂറത്തുൽ അംബിയ 70 മുതൽ 73 വരെയുള്ള ആയത്തുകൾ പാരായണം ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടതായ തജ്വീദ് നിയമങ്ങൾ സൂചിപ്പിക്കാം. വഅറാദു, ഇവിടെ റാഇനും അതിൻ്റെ ദീർഘാക്ഷരമായ അലിഫിനും തഫ്ഖീം കൊടുക്കണം. റാ എന്ന തടിപ്പിച്ചുള്ള ശബ്ദം. വഅറാദു ബിഹി കൈദ, ബിഹി എന്നതിലെ ദീർഘത്തിൻ്റെ പേരാണ് മദ്ദുസ്സിലത്തി സ്വഗീറ. ഹാഉദ്ദമീറിനെ യാ നൽകി ദീർഘിപ്പിക്കുകയാണ്. തബീഇയ രണ്ട് ഹറക്കത്തിൻ്റെ അളവിൽ മാത്രമുള്ള ദീർഘം, അതുകൊണ്ടാണ് സ്വഗീറ എന്ന് പറഞ്ഞത്. വഅറാദു ബിഹി കൈദൻ ഫജഅൽനാഹും കൈദൻ ഫജഅൽനാഹും. ഇവിടെ തൻവീനിനെ ഇഖ്ഫാ ഹഖീഖി നൽകി മറച്ച് മണിക്കണം, അവ്യക്തമാക്കി മണിച്ചുകൊണ്ട് പാരായണം ചെയ്യണം. ഫജഅൽനാഹുമുൽ അഖ്സരീൻ. അൽ അഖ്സരീൻ എന്നതിൽ ഖാഇന് തഫ്ഖീമാണ്. തടിപ്പിച്ച് സ്വരഭാരത്തോടെ ഖാ ഉച്ചരിക്കണം. ഇസ്തിഅലാഇൻ്റെ 7 അക്ഷരങ്ങളിൽ ഒന്നാണ് ഖാ. ഫജഅൽനാഹുമുൽ അഖ്സരീൻ. റാഇനും അലിഫിനും തഫ്ഖീം, അതുപോലെ ഖാഇന് തഫ്ഖീം, ഖാഇന് നിസ്ബിയായ തഫ്ഖീം. ഇവ ഒഴിച്ച് മറ്റെല്ലാ അക്ഷരങ്ങൾക്കും തർക്കീഖാണ് എന്നത് പ്രത്യേകം എടുത്തു പറയേണ്ടതില്ല, അത് നാം മനസ്സിലാക്കേണ്ട കാര്യമാണ്. ഭൂരിഭാഗം അക്ഷരങ്ങളും ഇസ്തിഫാലിൻ്റേതായതുകൊണ്ട് തർക്കീഖാണ് എല്ലാ വചനങ്ങളിലും തന്നെ. ഇനിയും അങ്ങനെ തന്നെയാണ് നമുക്ക് കാണുവാൻ സാധിക്കുക. വനജ്ജൈനാഹു വലൂത്തൻ. വലൂത്തൻ എന്ന് പറയുമ്പോൾ താ നന്നായി തഫ്ഖീം ചെയ്ത് തടിപ്പിച്ച് ഇത്ബാഖ് തുടങ്ങിയ പല സിഫത്തുകളും സംഗമിച്ചിട്ടുള്ള അക്ഷരം കൂടിയാണ് താ. അഖ്വൽ ഹുറൂഫ് അത് തഫ്ഖീം ചെയ്ത് ഉച്ചരിക്കണം സ്വരഭാരത്തോടെ. വലൂത്തൻ, ത്വൻ എന്ന തൻവീനിനെ ഇൽഹാർ ഹൽക്കി നൽകി മണിക്കാതെ വെളിവാക്കണം. ശേഷം ഹംസയാണ് ഉള്ളത് എന്നതുകൊണ്ട് വലൂത്തൻ ഇലൽ അർദി. അർദി റാഇന് തഫ്ഖീമാണ്, ضادന് കസ്റാണ്. അതും ഇസ്തിഅലാന്റെ അക്ഷരമായതുകൊണ്ട് തഫ്ഖീം, പക്ഷേ കസ്റായതുകൊണ്ട് കുറഞ്ഞ തഫ്ഖീമാണ്. ഇലൽ അർദില്ലതി ബാറക്ന. അവിടെയും തടിപ്പിച്ച് റാഇനെ ഉച്ചരിക്കുക, തഫ്ഖീം ചെയ്യുക. ഫീഹ ബാറക്ന. കാഫ് ബാറക്ന എന്ന് തീരെ കാഫ് കേൾക്കാതെയോ ബാറക്ന ക്ക് എന്ന് ശബ്ദം ചലിപ്പിക്കുക ചെയ്യരുത്. ബാറക്ന ഫീഹ ലിൽആലമീൻ. വവഹബ്ന. വവ രണ്ട് വാവുകൾ തുടരെ വരുന്നു. ചുണ്ടിൽ നിന്നാണ് വാവ് വരേണ്ടത്. ചുണ്ട് വൃത്താകൃതിയിലായിരിക്കും രണ്ട് ചുണ്ടുകളും. വവഹബ്ന ലഹു. ലഹു എന്നതിലെ ദീർഘം മദ്ദുസ്സിലത്തിൽ കുബ്ര എന്നതാണ്. അവിടെ നേരത്തെ മദ്ദുസ്സിലത്തി സൂറയെ കുറിച്ച് പറഞ്ഞു. ബിഹി കൈദൻ സഗീറ, സില സഗീറ എന്നും പറയാം. ഇവിടെ ലഹു എന്നതിൽ കബീറ അല്ലെങ്കിൽ മദ്ദുസ്സിലത്തിൽ കുബ്ര ആണ്. ശേഷം ഹംസ അടുത്ത പദത്തിൽ വരുന്നതുകൊണ്ട് ലഹു എന്ന് മദ് മുൻഫസിൽ ജായിസിൻ്റെ ദീർഘം നൽകുക. 4-5 ഹറക്കത്തിൻ്റെ അളവിൽ ദീർഘിപ്പിക്കുക. വവഹബ്ന എന്ന പദത്തിലെ ബാഇൻ്റെ സുക്കൂൻ ഖൽഖല സുഗ്റ നൽകി ശബ്ദം ഹറക്കത്ത് പോലെ ചലിപ്പിക്കണം. വവഹബ്ന ലഹു ഇസ്ഹാഖ. ഇസ്ഹാഖ ഖാഫിനെ തടിപ്പിക്കുക, തഫ്ഖീം ചെയ്യുക. വയഅഖൂബ. ഇതിലും ഖാഫ് മൂന്നാമത്തെ ലെവലിൽ, അതായത് ഖാഫിന് ദമ്മായതുകൊണ്ട് അതിനും തഫ്ഖീമാണ്, പക്ഷേ ഫത്ഹിൻ്റെ അത്ര തന്നെ ഉണ്ടാകില്ല. വയഅഖൂബ നാഫില. നാഫില. വകുല്ലൻ ജഅൽന. തൻവീനും ശേഷം ജീമുമാണ്. ഇഖ്ഫാ ഹഖീഖി നൽകി തൻവീനിനെ മറച്ചു മണിക്കണം. വകുല്ലൻ ജഅൽന സാലിഹീൻ. സാ എന്നതിലെ സ്വാദിനും അലിഫിനും തഫ്ഖീമാണ്, തടിപ്പിച്ച് ഉച്ചരിക്കുക. വജഅൽനാഹും അഇമ്മതൻ. ഇവിടെ വജഅൽനാഹും എന്നതിൽ സാക്കിന തമീം
അതിന് ഇൽഹാർ ഷഫവി നൽകി മണിക്കാതെ വെളിവാക്കണം. അഇമ്മത്തൻ ഹംസകളെ വ്യക്തമാക്കി ഉച്ചരിക്കണം. അഇമ്മത്തൻ എന്ന് പറയരുത്. വജഅൽനാഹും അഇമ്മത്തൻ എന്നൊക്കെ ഓതും തെറ്റായിക്കൊണ്ട് ആളുകൾ, അങ്ങനെ പറയരുത്. വജഅൽനാഹും അഇമ്മത്തൻ യഹ്ദൂന, അവിടെ തൻവീനും ശേഷം യാവും ഇദ്ഗാം ബിഗുന്ന നാഖിസ് നൽകിക്കൊണ്ട്, ഇദ്ഗാം ബിഗുന്ന നാഖിസ് യായിലേക്ക് തൻവീനിനെ ഭാഗികമായി ലയിപ്പിച്ച് പഠിക്കുക. അഇമ്മതൻ യഹ്ദൂന, യഹ്ദൂന ബിഅംരിന, അംരിന ഇവിടെ മീമിന് സുകൂൻ ഇൽഹാർ ഷഫവി മണിക്കാതെ വെളിവാക്കണം. വഔഹൈനാ ഇലൈഹിം, ഇതിലുള്ള അലിഫിൻ്റെ ദീർഘം മദ് മുൻഫസിൽ ജായിസാണ്. 4-5 ഹറക്കത്തിൻ്റെ അളവിൽ അലിഫിനെ ദീർഘിപ്പിക്കണം. ഇലൈഹിം ഫിഅല, ഇവിടെ സാക്കിനത്തായ മീമും ശേഷം ഫാഉം സൂക്ഷ്മതയോടെ ഇൽഹാർ ചെയ്ത് അല്പം പോലും മണിക്കാതെ ഇൽഹാർ ഷഫവി നൽകി വ്യക്തമാക്കണം. ഇലൈഹിം ഫിഅല, ഫിഅലൽ ഖൈറാത്തി, ഖൈറാത്തി ഖാഇന് തഫ്ഖീമാണ്, ശ്രദ്ധിക്കുക. ഇസ്തിഅലാൻ്റെ അക്ഷരമാണ്, തടിപ്പിച്ച് സ്വരഭാരത്തോടെ. അതുപോലെ റാഇനും അലിഫിനും അൽ ഖൈറാത്തി തഫ്ഖീം ചെയ്തുകൊണ്ട് ഉച്ചരിക്കുക. വഇഖാമ, ഖാഫിനും അലിഫിനും തഫ്ഖീം. വഇഖാമ, വഇഖാമ അസ്സലാത്തി, അസ്സലാത്തി സാദിനും തഫ്ഖീം കൊടുക്കുക. വഇഖാമ അസ്സലാത്തി വഈതാ അസ്സകാ, ഈതാ എന്നതിലെ ദീർഘവും നിർബന്ധമായ ദീർഘമാണ്. മദ് മുത്തസിൽ വാജിബാണ്. ഒറ്റ പദത്തിലായി ദീർഘാക്ഷരമായ അലിഫും ശേഷം ഹംസയും വന്നു. വഈതാ അസ്സകാ വകാനൂ ലനാ ആബിദീൻ. സൂചിപ്പിച്ച തഫ്ഖീമിൻ്റെ അക്ഷരങ്ങൾ ഒഴിച്ച് മറ്റെല്ലാ അക്ഷരങ്ങൾക്കും തർക്കീഖാണ്. ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുന്നു. ബാറക്കല്ലാഹു ഫീക്കും. أعوذ بالله من الشيطان الرجيم. وأرادوا به كيدا فجعلناهم الأخسرين ونجيناه ولوطا إلى الأرض التي باركنا فيها للعالمين ووهبنا له إسحاق ويعقوب نافلة وكلا جعلنا صالحين وجعلناهم أئمة يهدون بأمرنا وأوحينا إليهم فعل الخيرات وإقام الصلاة وإيتاء الزكاة وكانوا لنا عابدين.